എറണാകുളം അങ്കമാലി അതിരൂപത കത്തീഡ്രൽ ബസലിക്കയിലെ വൈദികനെ നീക്കാൻ സഭാ ട്രിബ്യൂണലിന്റെ ഉത്തരവ്. ഫാദർ വർഗീസ് മണവാളൻ ബസലിക്കയിൽ നിന്ന് ഉടൻ ഒഴിയണമെന്ന് സിറോ മലബാർ സഭയുടെ സ്പെഷ്യൽ ട്രിബ്യൂണൽ ഉത്തരവിട്ടു. ജൂൺ 20-നകം ട്രിബ്യൂണലിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ മേജർ ആർച്ച് ബിഷപ്പിനോടും മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയോടും ട്രിബ്യൂണൽ നിർദ്ദേശിച്ചു. നിതിൻ സേവ്യറാണ് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നത്. നിതിൻ, സൈഫുദ്ദീൻ, നേരത്തെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് വികാരി സ്ഥാനത്ത് നിന്ന് ബസലിക്കയുടെ വികാരി സ്ഥാനത്ത് നിന്ന് മാറാൻ ഫാദർ വർഗീസ് മണവാളനോട് റാഫേൽ തട്ടിൽ നിർദ്ദേശിച്ചിരുന്നു. പകരം ഫാദർ തഴിയൻ ഞാളിയത്തിനെ ഇവിടെ വികാരിയായി നിയമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ബസലിക്ക വിട്ടുപോകാൻ ഫാദർ വർഗീസ് മണവാളൻ തയ്യാറായിരുന്നില്ല. ഒപ്പം ഈ ഉത്തരവിനെതിരെ കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് സിറോ മലബാർ സഭയുടെ അധ്യക്ഷൻ റാഫേൽ തട്ടിൽ ഇദ്ദേഹത്തിന് അന്ത്യശാസ്ത്രം നൽകുകയും പിന്നീട് ഈ പ്രതിഷേധമടക്കം വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുകയും ചെയ്തതാണ് ബസലിക്കയിൽ. അതിനിടയിലാണ് ഇപ്പോൾ വൈദികനെ നീക്കാൻ സഭാ ട്രിബ്യൂണൽ ഉത്തരവിടുന്നത്. ഫാദർ വർഗീസ് മണവാളനെതിരെയാണ് ഇപ്പോൾ ഈ വിധി വരുന്നത്. ബസലിക്കയിൽ നിന്നും ഉടൻ ഒഴിയണമെന്നാണ് സഭാ കോടതിയുടെ ഉത്തരവ്. ഒപ്പം തന്നെ ഈ ഉത്തരവ് നടപ്പാക്കി ജൂൺ 20-നകം ട്രൈബ്യൂണലിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിനോടും ഒപ്പം തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതലയുള്ള ബിഷപ്പ് ജോസഫ് പാമ്പ്ളാനിയോടും ഈ ട്രിബ്യൂണൽ നിർദ്ദേശിച്ചുമുണ്ട്. കുർബാന തർക്കം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ തർക്കം രൂക്ഷമാകുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു നടപടി സഭാ കോടതിയിൽ നിന്നും വരുന്നത്. സൈഫുദ്ദീൻ, ശരി. നിതിൻ സേവ്യറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.